കൊട്ടിക്കലാശം അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ആവേശം അലതല്ലുകയാണ് നിലമ്പൂരിൽ എവിടെയുമുള്ളത്. ഓരോ പോയിന്റുകളിലും ഓരോ വിഭാഗം പ്രവർത്തകരും വലിയ രീതിയിലുള്ള ആവേശത്തിലാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നമ്മളത് കണ്ടുവരികയാണ്. ആ ആവേശത്തിന് നടുക്ക് നിന്ന് നമ്മുടെ ആസിഫുണ്ട്. ആസിഫ്, ഈ കൊട്ടിക്കലാശം നടക്കുന്ന ആ ഇടത്താണുള്ളത്. അവിടെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അവിടെ ചെറുതായി മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആസിഫ്, അവിടെ മഴയൊക്കെ ഉണ്ടെന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ആർക്കും ഒരു തളർച്ചയുമില്ല. എന്താണെങ്കിലും ആവേശം അതിൻ്റെ പരകോടിയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഈ കാണുന്നതൊക്കെ. ആസിഫിന് അവിടെ നേരിട്ടുള്ള ആ ഒരു ഫീല് അതെന്താണ് ആസിഫ്? തീർച്ചയായും മഴ പൊടിയാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. പക്ഷേ ഒരു കാരണവശാലും ഈ ആവേശത്തിന് യാതൊരു കുറവുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവർത്തകർ ആ മഴയത്ത് നിന്നുകൊണ്ട് ഇപ്പോഴും മുദ്രാവാക്യം വിളികളുമായി ഉറപ്പിച്ചിരിക്കുകയാണ്. അത്രത്തോളം ആവേശം ഈ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം ഈ മുന്നണികൾക്ക് സമ്മാനിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ LDFന്റെ പ്രചാരണം നടക്കുന്ന ഇവിടുത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. ചെറുപ്പക്കാർ അടക്കമുള്ളവർ അവിടെ സ്വരാജിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പാട്ട് വെച്ച് ആ പാട്ടിൻ്റെ താളത്തിനൊപ്പം വലിയ രീതിയിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. മുദ്രാവാക്യ വിളികളുമായി ആളുകൾ ഇങ്ങനെ തമ്പടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ഒരു ആവേശം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പ്രവർത്തകരുടെ സ്ത്രീകളടക്കമുള്ളവർ നൃത്തച്ചുവടുകളുമായി അവിടെ നിലയുറപ്പിക്കുന്നത് നമുക്ക് കാണാം. സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നത് മുതൽ ഈ ഒരു ആവേശം LDFന്റെ ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ കണ്ടതാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്വരാജ് വന്നിറങ്ങുന്നു. അവിടെ എത്തിയിരിക്കുന്ന പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങി അവിടെ നിന്ന് വാഹനത്തിൽ മടങ്ങാൻ തീരുമാനിച്ചുവെങ്കിലും പക്ഷേ ഉച്ചയ്ക്ക് ശേഷം റോഡ് ഷോ നിശ്ചയിച്ചു. പക്ഷേ സ്വരാജ് വന്നിറങ്ങി അതൊരു റോഡ് ഷോ ആയി മാറേണ്ടി വന്ന സാഹചര്യം അവിടെ വന്നു ചേർന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കാരണം അതുപോലെ പ്രവർത്തകർ അങ്ങോട്ട് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് തുടങ്ങിയ ആവേശം അത് അവസാന നിമിഷം വരെ കെടാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് LDF ക്യാമ്പിന് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിരവധി വിഷയങ്ങൾ രാഷ്ട്രീയമായി LDF മുന്നോട്ട് വെച്ചു. ഈ വിഷയങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള അജണ്ട സെറ്റ് ചെയ്യാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. ആ അജണ്ടയ്ക്കനുസരിച്ച് മറുപടി പറഞ്ഞു പോകേണ്ട ഘട്ടത്തിലേക്കായിരുന്നു പലപ്പോഴും UDFന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞു. എന്തായാലും ആവേശം ഇങ്ങനെ അലതല്ലുകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനിയും ഏറെ സമയമുണ്ട് ഈ കൊട്ടിക്കലാശം അവസാനിക്കാൻ. അപ്പോഴും പല ഇടറോഡുകളിൽ നിന്നും സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ വെറുമൊരു ആൾക്കൂട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു ആവേശക്കടലാക്കി മാറ്റാനുള്ള ശ്രമമാണ് LDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വരാജിന് കൈകൊടുക്കുകയും സ്വരാജിനൊപ്പം നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പ്രവർത്തകർ അങ്ങനെ അവിടെ അങ്ങ് നിലയുറപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം ആവേശം ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് LDFന്റെ ക്യാമ്പിൽ നിന്ന് ഇവിടെ കാണാൻ കഴിയുന്നത്. ഘടകകക്ഷികളുടെ എല്ലാവരുടെയും പതാകകളുണ്ട്. ഘടകകക്ഷി അല്ലെങ്കിൽ പോലും പിന്തുണ പ്രഖ്യാപിക്കുകയും LDF പിന്തുണ സ്വീകരിക്കുകയും ചെയ്ത PDPയുടെ പതാകകളും നമുക്ക് LDFന്റെ ഈ ഒരു റാലിയിൽ കാണാൻ കഴിയും, ഈ ഒരു സംഗമത്തിൽ കാണാൻ കഴിയും. എന്തായാലും കൊട്ടിക്കലാശം തങ്ങളുടെ ഒരു ശക്തി പ്രകടനം കൂടിയായി മാറ്റാൻ ഉള്ള ശ്രമത്തിലാണ് ഇരു മുന്നണികളും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അപ്പുറത്തേക്ക് പല മറുപടികൾ നൽകാനുള്ള തെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ അന്ന് അവിടെ ഒത്തുകൂടിയ സ്ത്രീകളോടൊക്കെ പ്രതികരണം എടുത്ത സമയത്ത് അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇത് PV അൻവറിന് ഞങ്ങൾക്ക് മറുപടി നൽകാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെ എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പ്രവർത്തകർ ഇത് വാഹനത്തിന് കടന്നു പോകാനുള്ള വഴിയൊരുക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ ഈ ഒരു
വലിയ ആവേശകരമായ കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു കൊട്ടിക്കലാശത്തിൽ എല്ലായിടത്തു നിന്നും കാണാൻ കഴിയുന്നത്. അത് LDF മാത്രമല്ല ഈ ഒരു ആവേശം എന്നുള്ളത് കൂടിയുണ്ട്. ഞാൻ LDF ക്യാമ്പിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാഴ്ചകൾ നമുക്ക് കൂടുതൽ പങ്കുവെക്കാൻ കഴിയുക. ഇതിന് തൊട്ടപ്പുറത്ത് BJPയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നുണ്ട്. 2 ബാരിക്കേഡുകൾ തീർത്ത് 2 ഭാഗങ്ങളായിരുന്നു കൊണ്ടാണ് ഒരു ഭാഗത്ത് LDF, ഒരു ഭാഗത്ത് BJP, അപ്പുറത്ത് കോൺഗ്രസിൻ്റെ പ്രചാരണം അങ്ങനെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അവിടെയും സ്വാഭാവികമായും സമാനമായ കാഴ്ചകൾ തന്നെ ഉണ്ടാകും, കാണാൻ കഴിയുന്നുണ്ട്. BJPയുടെ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ ഈ ഒരു പ്രചാരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അവിടെയും വലിയ ആൾക്കൂട്ടം എത്തിക്കൊണ്ട് തന്നെയാണ് BJPയുടെയും പ്രചാരണം മുന്നോട്ട് പോകുന്നത്. UDF ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ അല്പം മുമ്പ് അജിത് പിന്നിലുമൊക്കെ പങ്കുവെക്കുകയും ചെയ്തു. ഏതായാലും എല്ലാ മുന്നണികളും സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് അത് ഏതെങ്കിലും ഘട്ടത്തിൽ പിന്നോട്ട് പോകാനുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നടത്തിയ തെരഞ്ഞെടുപ്പ് അപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ തിരക്കിനിടയിൽ കൂടി ആംബുലൻസ് കടത്തിവിടുകയാണ് പ്രവർത്തകർ എന്നുള്ളത്. കാരണം അവിടെ നേരത്തെ ബാരിക്കേഡുകൾ മറ്റും തീർത്ത് സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു. എന്നാലും ഈ ആൾക്കൂട്ടത്തിനിടയിൽ കൂടി ഇപ്പോൾ ഒരു ആംബുലൻസ് കടന്നു വരുന്നുണ്ട്. അത് ആളുകൾ വഴിമാറിയ ആംബുലൻസിനെ കടത്തിവിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ എന്തായാലും ഉണ്ടായിക്കൊണ്ടായിരിക്കുന്നത്. അതിലും വലിയ ഒരു പ്രചാരണം ഒടുവിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, വിവിധ വിഷയങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആവേശ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും സുഗമമായി ആംബുലൻസിന് കടന്നു പോകാനുള്ള വഴി പ്രവർത്തകർ ഒരുക്കുന്നുണ്ട്. LDF പ്രവർത്തകരുടെ ഇടയിൽ കൂടിയാണ് ആംബുലൻസ് കടന്നു പോകുന്നത്. ഇരു സൈഡിലേക്കും മാറി നിന്നുകൊണ്ട് ആംബുലൻസിന് സുഗമമായി കടന്നു പോകാനുള്ള വഴി എന്തായാലും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും LDFൽ സ്വരാജിൻ്റെ വാഹനത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം LDFൻ്റെ നേതാക്കളുണ്ട്, പ്രവർത്തകർ സമീപത്ത് കൂടി നിൽക്കുന്നുണ്ട്. ആ വാഹനത്തിന് സ്വാഭാവികമായും വലിയൊരു ആവേശം നൽകിക്കൊണ്ട് പ്രവർത്തകർ അതിൻ്റെ ഒപ്പം ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാത്ത ദൂരത്തോളം ആ പ്രവർത്തകർ അങ്ങനെ ഈ ഒരു റാലിയുടെ ഭാഗമായി എത്തുകയും മറ്റും ചെയ്ത് ഇവിടെ മുദ്രാവാക്യം വിളികളുമായി തമ്പടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് 19-ാം തീയതി ബൂത്തിലേക്ക് എത്തുമ്പോൾ മണ്ഡലത്തിൻ്റെ ചരിത്രം, ഞങ്ങളുടെ വിജയത്തിൽ നിന്ന് ആവർത്തിച്ച ആ ചരിത്രം വീണ്ടും ഒരിക്കൽ കൂടി അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ ഒരു സ്ഥാനാർത്ഥി കൂടി വിജയിച്ചു വരുന്ന ഘട്ടമെത്തുമെന്നുള്ള വലിയ പ്രതീക്ഷ LDF പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനം LDFൻ്റെ എല്ലാ സംവിധാനവും അടിമുടി അനങ്ങി ചലിച്ച് പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് നമുക്ക് പറയാൻ കഴിയും. ഇതിനു മുമ്പുള്ള തിരഞ്ഞെടുപ്പുകളിൽ TV അൻവർ മത്സരിച്ച സമയത്ത് LDFൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. CPI ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. അൻവർ സ്വതന്ത്രമായി മത്സരിച്ച ഘട്ടത്തിൽ CPI സ്ഥാനാർത്ഥിയെ വെട്ടി വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള തർക്കങ്ങൾ ഒന്നും അവശേഷിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പായി നമുക്ക് ഇതിനെ കാണാൻ കഴിയും. അങ്ങനെയുള്ള യാതൊരു തർക്കങ്ങൾക്കും ഇവിടെ സ്കോപ്പില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് LDFൻ്റെ ഓരോ വോട്ടും നേടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ സ്വരാജിലൂടെ സമ്മാനിക്കാൻ കഴിഞ്ഞു. അവിടെ ചെറിയ കുട്ടികളടക്കം സ്വരാജിൻ്റെ അടുത്തേക്ക് എത്തി മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. മുഷ്ടിക്ക് കിട്ടി ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ എടുത്തു പിടിച്ചുകൊണ്ട് സ്വരാജ് ആ പ്രചാരണത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ആദ്യഘട്ടത്തിൽ സൂചിപ്പിക്കുന്നതാണ് ഈ ബാലസംഘം മുതൽ ഉള്ള എല്ലാ തരത്തിലും, ബാലസംഘം മുതൽ CPMൻ്റെ ഏതൊക്കെ തരത്തിലുള്ള പോഷക സംഘടനകളുണ്ടോ ആ പോഷക സംഘടനകളിൽ ഉള്ളവരെ മുഴുവൻ ഏതെങ്കിലും തരത്തിൽ എൻഗേജ് ആക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് M സ്വരാജ് എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന പുതിയ തലമുറ, അവരിലേക്ക് റീലുകളായി സ്വരാജിൻ്റെ പ്രഭാഷണങ്ങൾ എത്തുമ്പോൾ അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് സ്വരാജ്. മാത്രമല്ല സ്വരാജിൻ്റെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം. പല ഘട്ടങ്ങളിലും സ്വരാജ് സ്വീകരിച്ച നിലപാട്, ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള വിധി വന്ന സമയത്ത് സ്വരാജ് കുറിച്ച 2 വാക്കുകൾ, ആ 2 വാക്കുകൾ കേരളം ചർച്ച ചെയ്തു, ഇന്ത്യ ചർച്ച ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളിലെത്തി. പിന്നീട്
മലപ്പുറവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ വലിയ ആക്ഷേപങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എം സ്വരാജ് നിയമസഭയിൽ നടത്തിയ പ്രസംഗം വാരിയൻ കുന്നനെ പരാമർശിച്ചുകൊണ്ട് മലപ്പുറത്ത് നടന്നിരുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ കൊണ്ട് പറഞ്ഞുകൊണ്ട് ആ ഒരു ഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിന്നത് ആരാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്വരാജ് നടത്തിയ പ്രസംഗം, അങ്ങനെ ആ പ്രസംഗം അടക്കം അത് ഏറ്റവും ഒടുവിൽ യുദ്ധം കയറി നിൽക്കുന്ന സമയത്ത് യുദ്ധമല്ല സമാധാനമാണ് വഴി എന്ന് പറയുന്ന തങ്ങളുടെ വീടുമുറ്റത്തേക്ക് മിസൈൽ വന്ന് വീഴുന്നതുവരെ എല്ലാവർക്കും അത്തരത്തിൽ ആ യുദ്ധത്തെ ആസ്വദിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വരാജ് നടത്തിയ വിഷയങ്ങൾ അതൊക്കെ ഈ മണ്ഡലത്തിൽ സവിശേഷമായി ചർച്ച ചെയ്യാൻ കാരണമാകുന്ന പല വിഷയങ്ങളും ഉണ്ട് എന്നത് കൂടിയുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ യുദ്ധത്തിനെതിരെ സ്വരാജ് എടുത്ത നിലപാടുകളെ എതിർത്തവർക്ക് പോലും യുദ്ധവെറിയിൽ ഉള്ള സ്വരാജിന്റെ നിലപാടിനെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നത് കണ്ട് അതിന് ഒപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞവർക്ക് പിന്നോക്കം പോവുകയോ ചെയ്യേണ്ടി വന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ പല ഘട്ടത്തിൽ സ്വരാജ് സ്വീകരിച്ച നിലപാടുകളെല്ലാം ഈ മണ്ഡലത്തിലെ ജനങ്ങളെ സ്വാധീനിക്കും. പ്രത്യേകിച്ച് യുവാക്കളെയും വിദ്യാർത്ഥികളെയും സ്വാധീനിക്കാൻ ഇത്രത്തോളം പോകുന്ന ഒരു നേതാവ് ഒരു പക്ഷേ LDFന് നിലമ്പൂരിലേക്ക് സമ്മാനിക്കാനില്ല. നിലമ്പൂർക്കാരനായ സ്വരാജ് അദ്ദേഹം പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എറണാകുളത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരുന്നു. അതിൻ്റെ എങ്കിൽ പോലും നിലമ്പൂരുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അത് വളരെ സവിശേഷമായ ബന്ധമാണ്. അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരനെ, അദ്ദേഹത്തിലെ പ്രാസംഗികനെ കണ്ടെത്തിയ, അദ്ദേഹത്തിലെ സംഘാടകനെ കണ്ടെത്തിയ മണ്ണാണ് നിലമ്പൂർ. ഇവിടെ നിന്നാണ് അദ്ദേഹം SFIയിലൂടെ ഈ ഒരു സംഘടനയിലേക്ക് കടന്നു വരികയും അങ്ങനെ സംഘടനയുടെ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവായി മാറുകയും ചെയ്തത്. LDFനെ സംബന്ധിച്ചോളം നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ ആദ്യം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾക്ക് സ്വരാജിനെ ഏൽപ്പിക്കുകയാണ്, ഇനി നിങ്ങൾ സ്വരാജിനെ നിയമസഭയിലേക്ക് അയക്കാൻ ഞങ്ങൾ കാത്തിരിക്കുമെന്നാണ് അത്തരത്തിൽ മുഖ്യമന്ത്രി നിലമ്പൂർക്കാരോട് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. അതോടൊപ്പം LDF ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച ചെയ്യുമ്പോൾ അത് PV അൻവർ നടത്തിയ വികസന പ്രവർത്തനമല്ല, മറിച്ച് LDF എന്ന് പറയുന്ന സംവിധാനം കേരളമാകെ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ നിലമ്പൂരിനും കാര്യമായുള്ള പങ്ക് നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. സ്വാഭാവികമായും UDFന്റെ ക്യാമ്പ് ബൈപ്പാസ് വിഷയവും അതുപോലെ തന്നെ കോളേജ് വിഷയം അടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. അങ്ങനെ വലിയ രാഷ്ട്രീയ സംവാദങ്ങൾ നടന്ന മണ്ണിൽ ഇപ്പോൾ എന്തായാലും വലിയ ആവേശോജ്ജലമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നു. ആവേശോജ്ജലമായ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം നടക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഈ തിങ്ങി നിറയുകയാണ് ജനങ്ങൾ. എത്ര മണിക്കൂറായി, 2:30 തുടങ്ങി, 2:30 ആയപ്പോൾ തന്നെ ഇങ്ങനെ ജനങ്ങൾ ഇങ്ങോട്ട് എത്തിയതാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് തിരിച്ചു പോകണമെങ്കിൽ തിരിച്ചു പോകാൻ കഴിയുന്ന സമയമൊക്കെ കഴിഞ്ഞു. പക്ഷേ അങ്ങനെ തിരിച്ചു പോകാൻ തയ്യാറാവാതെ ഈ ഒരു ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈ ആളുകളുടെ വൈകാരികമായ പ്രകടനമാണ് നമുക്ക് ഓരോ ഘട്ടത്തിലും. ഇപ്പോൾ സ്വരാജ് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. വലിയ ആ തിരക്കിൽ കൂടി ആളുകളുടെ ഇടയിലേക്ക് സ്വരാജ് ഇറങ്ങി നടക്കുകയാണ്. സ്വരാജ് നടക്കാൻ പോലും കഴിയാത്ത അത്ര തിരക്കാണ്. സ്വരാജിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹം നമുക്കുണ്ട്, പക്ഷേ നടന്നു പോലും പോകാൻ കഴിയില്ല. കാരണം അത്രത്തോളം വലിയ തിരക്കിലാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അങ്ങനെ ഈ LDFനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ നോക്കൂ, ഒരു ഗ്യാപ്പില്ലാത്ത രീതിയിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടം. ഒരു ഘട്ടത്തിൽ ആ വണ്ടി പിന്നാലെ പിന്നോട്ട് പോയി സ്വരാജിന് ഈ ജനങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്യാൻ കഴിയുമോ എന്ന ശ്രമം നടത്തും. പക്ഷെ വണ്ടിക്ക് പോലും അങ്ങനെ ഇതിനിടയിൽ കൂടി പോകാൻ കഴിയാത്തത്ര വലിയ തിരക്കാണ് ഇവിടെ എന്തായാലും LDFന്റെ ആ ക്യാമ്പിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ക്യാമ്പിൽ ആ പ്രവർത്തകരെ മുഴുവൻ അഭിവാദ്യം ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടി സ്വരാജ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും UDFന്റെ ക്യാമ്പ് ഈ തെരഞ്ഞെടുപ്പിനെ അത്രത്തോളം പ്രാധാന്യത്തിൽ കാണുന്നുണ്ട്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്ന മണ്ണാണ് ഇത്. ആ പ്രശ്നങ്ങൾ മുഴുവൻ മറന്നുകൊണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന തരത്തിലേക്ക് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ നിലനിൽപ്പിൻ്റെ പോരാട്ടമായി, അല്ലെങ്കിൽ അത് ഒരു ഘട്ടത്തിൽ നിലമ്പൂർ നഷ്ടപ്പെട്ടാൽ രണ്ട് തരത്തിൽ, ഒന്ന് അത് മുസ്ലിം ലീഗിൻ്റെ മണ്ണിൽ, മലപ്പുറത്തിൻ്റെ മണ്ണിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ടാളത് മുസ്ലിം ലീഗിന് ക്ഷീണമാകും. അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട
തിരിച്ചടിയാൽ അത് VD സതീശൻ അടക്കമുള്ള നേതാക്കൾക്ക് തിരിച്ചടിയാകും, UDF തിരിച്ചടിയാകും. ആ കണക്കുകൂട്ടൽ കൊണ്ട് തന്നെ എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് UDF ക്യാമ്പിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പല വിഷയങ്ങളിലും LDF അജണ്ട സെറ്റ് ചെയ്ത് കൊടുക്കുകയും അതിന് മറുപടി പറയാൻ നേതാക്കൾക്ക് കൂടുതൽ ദിവസം ചെലവഴിക്കേണ്ടി വരികയും ചെയ്തു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളായിക്കോട്ടെ, മലപ്പുറവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദമായിക്കോട്ടെ, അങ്ങനെ ഓരോ വിഷയങ്ങളിലും ആ ഒരു അജണ്ടയ്ക്കനുസരിച്ച് കൂടുതൽ സമയം ചെലവഴിക്കാനും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പ്രതികരിക്കേണ്ടത് അതിലേക്കായി പോകുന്നതിലേക്കും കാര്യങ്ങൾ എത്തുന്നതിലേക്കും നമ്മൾ കണ്ടതാണ്. എന്തായാലും വലിയ ആവേശത്തിൽ പ്രവർത്തകർ ഇങ്ങനെ നിറഞ്ഞ് ഒഴുകുകയാണ്. ഒരു സമുദ്രക്കടലായി നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും LDയുടെ ക്യാമ്പിൽ നമുക്ക് അതുമാത്രം വലിയൊരു കൂട്ടം കാണാൻ കഴിയില്ല. ഒരു 2 വാഹനങ്ങൾക്ക് ഇടയിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ എന്തായാലും കൊട്ടിക്കലാശത്തിൽ ഇവിടെയുള്ളൂ. അതാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുള്ളത്. പക്ഷേ UDFൻ്റെയും LDFൻ്റെയും ക്യാമ്പിൽ ജനങ്ങൾ തിങ്ങി നിറയുകയാണ്. അത് അവർ അണപൊട്ടാത്ത ആവേശത്തിൽ ആ ജനങ്ങൾ ഇങ്ങനെ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സ്വരാജ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. BJ വാഹനത്തിൽ കയറി നിന്നുകൊണ്ടാണ് സ്വരാജ് ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നത്. കാരണം മറ്റേ വാഹനം ഇത്രത്തോളം ആളുകളുടെ ഇടയിൽ കൂടി കടന്നു വരാൻ കഴിയാത്തതിനാൽ ആ ജനങ്ങളെ അതിൻ്റെ പ്രവർത്തകരെ മുഴുവൻ അതിനിടയിൽ കൂടി വന്ന് നടന്ന് കയറി ഇപ്പോൾ ആ വാഹനത്തിൽ കയറി അങ്ങനെ സ്വരാജ് അഭിവാദ്യം ചെയ്യുകയാണ്. എന്തായാലും LDFന് ഓരോ മണിക്കൂറുകളിലും ആവേശം അണപൊട്ടി ഒഴുകുന്ന കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വോട്ടാക്കി മാറ്റാനും അഭിമാന പോരാട്ടത്തിൽ നിലമ്പൂർ തിരിച്ചു പിടിക്കാനുമുള്ള ശ്രമം LDFൻ്റെ ക്യാമ്പിൽ നിന്ന് ഉണ്ടാകും. ആ തിരിച്ചു പിടിക്കുക എന്നുള്ളത് UDFിൽ നിന്ന് തിരിച്ചു പിടിക്കുകയല്ല, തങ്ങളുടെ തന്നെ സ്ഥാനാർത്ഥി, തങ്ങളുടെ തന്നെ MLA പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങൾ, അതിന് അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ, ആ കാരണങ്ങളെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കാൻ പരസ്യ പ്രചാരണത്തിനുള്ള ഓരോ മണിക്കൂറുകളും നിർണായകമാണെന്ന തിരിച്ചറിവിലാണ് സ്ഥാനാർത്ഥികൾ. അത് വ്യക്തമാക്കുന്നതാണ് ഓരോ മുന്നണികളുടെയും പ്രകടനവും. നിരവധി ആളുകൾ, 10,000-കണക്കിന് ആളുകളാണ് അണിനിരക്കുന്നത്. ഓരോ പാർട്ടിക്ക് വേണ്ടിയും ഓരോ മുന്നണിക്ക് വേണ്ടിയും അവർ അവിടെ നിലകൊള്ളുന്നു, ശക്തി കാണിക്കുന്നു. ശക്തി പ്രകടനം തന്നെയാണ് ഈ അവസാന മണിക്കൂറിലും നമുക്ക് കാണുന്നത്.